എല്ലാവർക്കും നമസ്കാരം. അങ്ങേയറ്റം ദാരുണമായ ഒരു സംഭവമാണ് ഇന്ന് കോട്ടയം മെഡിക്കൽ കോളേജിൽ ഉണ്ടായത്. അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന കാലഹരണപ്പെട്ട ഒരു ബിൽഡിംഗ് തകർന്നു വീഴുന്നു. ആദ്യം ചില ആൾക്കാർക്ക് പരിക്കുകൾ മാത്രമായിട്ട് രക്ഷപ്പെട്ടു എന്നുള്ള വാർത്ത വരുന്നു. അതിനുശേഷം ഈ കെട്ടിടം തകർന്നു വീണതിൻ്റെ അവശിഷ്ടങ്ങൾ നോക്കുന്നതിനിടയിൽ നിന്നാണ് ഒരു സ്ത്രീ, 50 വയസ്സിന് മുകളിൽ പ്രായമുള്ള ഒരു സഹോദരി, അവരെ കണ്ടെത്തുന്നത്. അവരെ രക്ഷപ്പെടുത്താനായിട്ട് സാധിച്ചുമില്ല. ഈ ഒരു സാഹചര്യത്തിൽ ഇതാരുടെ കുറ്റമാണ്? ആരെയാണ് നാം പ്രതിക്കൂട്ടിൽ നിർത്തേണ്ടത്? എന്ത് നടപടികളാണ് ഇവിടെ സ്വീകരിക്കേണ്ടിയിരുന്നത്? ഇനി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും? തുടങ്ങിയവയെ പറ്റിയാണ് നാം ചിന്തിക്കേണ്ടത്. നമുക്കറിയാം, ഒരു കാരണവശാലും സംഭവിക്കാൻ പാടില്ലാത്തതായിരുന്നു. അകാലത്തിൽ പൊലിഞ്ഞ ആ സഹോദരിക്ക് നിത്യശാന്തി നേരുന്നതോടൊപ്പം അവരുടെ കുടുംബത്തിന് മുന്നിൽ തലകുലിച്ചല്ലാതെ ഒരു പൊതുസമൂഹത്തിൻ്റെ ഭാഗമെന്ന നിലയിൽ നമുക്ക് ആർക്കും തന്നെ ഈ ഒരു സമയത്ത് നിൽക്കാൻ കഴിയുകയില്ല എന്നുള്ള കാര്യം കൂടി ഞാൻ എല്ലാവരെയും ഓർമ്മിപ്പിക്കുകയാണ്. എന്താണ് സത്യത്തിൽ അവിടെ ചെയ്യേണ്ടിയിരുന്നത്? ആരുടെ ഭാഗത്താണ് ഇതിൻ്റെ ഉത്തരവാദിത്തം? ഈ കാര്യങ്ങളെക്കുറിച്ചാണ് നാം ഇനി ചിന്തിക്കേണ്ടത്. കാരണം ഇങ്ങനെയുള്ള ഒരു സംഭവവും ഇനി മേലിൽ നമ്മുടെ നാട്ടിൽ ഉണ്ടാകാൻ പാടില്ല. നോക്കാം. നമ്മൾ ആദ്യം തന്നെ അറിയേണ്ടത് അവിടെയുള്ള മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ ജയകുമാറിൻ്റെ ഒരു പ്രതികരണമാണ്. അദ്ദേഹം ആദ്യം തന്നെ പറയുന്നുണ്ട്, ഈ കെട്ടിടം ഉപയോഗശൂന്യമാണ്, അതിന് ബലക്ഷയമുണ്ട് എന്നതിനെക്കുറിച്ച് കൃത്യമായ ധാരണയുണ്ടായിരുന്നു എന്ന് വെച്ചാൽ മെഡിക്കൽ കോളേജിന്, ആരോഗ്യവകുപ്പിന് കൃത്യമായ ധാരണയുണ്ടായിരുന്നു ഈ കെട്ടിടത്തിന് ഫിറ്റ്നസ് ഇല്ല, അത് ബലക്ഷയമുള്ളതാണ്, അതുകൊണ്ട് തന്നെ അത് ഏത് സമയത്തും വീഴാൻ സാധ്യതയുള്ളതും അപകടമുയർത്തുന്നതുമാണ് എന്ന്. അങ്ങനെയെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ നടപടികളാണ് ആരോഗ്യവകുപ്പ്, മെഡിക്കൽ കോളേജ് സ്വീകരിച്ചത്? ഈ കാര്യത്തിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള മറുപടി പറയേണ്ടത് ഡോക്ടർ ജയകുമാറാണ്. കാരണം അദ്ദേഹം അവിടുത്തെ മെഡിക്കൽ സൂപ്രണ്ടാണ്. അതോടൊപ്പം തന്നെ സംസ്ഥാന ആരോഗ്യവകുപ്പ് മന്ത്രി ശ്രീമതി വീണ ജോർജുമാണ്. കാരണം ഒരു ആശുപത്രിയിലേക്ക് എത്തുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ അസുഖങ്ങൾക്ക് ചികിത്സ നേടുക, അവരുടെ ജീവൻ രക്ഷിക്കുക എന്നുള്ളതാണ് ആൾക്കാരുടെ പ്രയോറിറ്റി. അതല്ലാതെ ആ ആശുപത്രി കോമ്പൗണ്ടിൽ എത്തിയതിന് ശേഷം മറ്റെന്തെങ്കിലും കാരണത്താൽ ആൾക്കാർ മരണപ്പെടുക, മറ്റെന്തെങ്കിലും പ്രശ്നമുണ്ടാവുക തുടങ്ങിയതൊക്കെ തന്നെ ആരും പ്രതീക്ഷിക്കുന്ന കാര്യമല്ല. അതുകൊണ്ട് തന്നെ അവിടെ എത്തുന്ന ആൾക്കാരുടെ ജീവന് സുരക്ഷിതത്വം നൽകുക എന്നുള്ളത് ഡോക്ടർമാരുടെ, ആ സ്ഥാപനത്തിൻ്റെ, സർക്കാരിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്തമാണ്. എന്തുകൊണ്ടാണ് ഫിറ്റ്നസ് ഇല്ല എന്ന് കണ്ടെത്തിയ, ബലക്ഷയമുണ്ട് എന്ന് കണ്ടെത്തിയ ഒരു കെട്ടിടം അവിടെ നിന്ന് ഡെമോളിഷ് ചെയ്ത് നീക്കുന്നതിന് പകരം അതിനെ അതേപോലെ തന്നെ അവിടെ നിലനിർത്തിയത് എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള മറുപടി ഉണ്ടാകണം. അതോടൊപ്പം തന്നെ ഈ ഡോക്ടർ പറയുന്ന അതേ തുടർന്ന് തന്നെ മന്ത്രി വി.എൻ. വാസവനും ആരോഗ്യമന്ത്രി ശ്രീമതി വീണ ജോർജും ആവർത്തിച്ച് പറയുന്ന ചില കാര്യങ്ങൾ കൂടിയുണ്ട്. അത് പൂർണ്ണമായും നുണയാണ് എന്നാണ് ഈ ഒരു അവസരത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. അതായത് ഒരു കെട്ടിടം ഉപയോഗശൂന്യമാണ് എന്ന് കണ്ടെത്തി, അതിന് ബലക്ഷയമുണ്ട് എന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ ഒന്നുകിൽ ആ കെട്ടിടം ഉടൻ തന്നെ പൊളിച്ചു കളയുകയാണ് ചെയ്യേണ്ടത്. ഇനി അതിൽ എന്തെങ്കിലും തരത്തിലുള്ള കാലതാമസമുണ്ട് എങ്കിൽ ആ കെട്ടിടം ഒരു കാരണവശാലും ആരും ഉപയോഗിക്കുന്നില്ല എന്ന് സംവിധാനം, മന്ത്രി വീണ ജോർജ് എപ്പോഴും പറയുന്ന സിസ്റ്റം ഉറപ്പുവരുത്തേണ്ടതാണ്. അതിൻ്റെ ഭാഗമായി അവിടെ വാർണിംഗ് ബോർഡുകൾ വയ്ക്കാം, അതിൻ്റെ എൻട്രൻസ് എല്ലാ ഭാഗത്തു നിന്നും ലോക്ക് ചെയ്യാം, അവിടെ ഒരു സെക്യൂരിറ്റി ഗാർഡിനെ അതിന് സമീപത്തായിട്ട് പോസ്റ്റ് ചെയ്യാം. അഥവാ ആ കെട്ടിടം പൊളിഞ്ഞു വീണാൽ അത് ആർക്കും അപായം ഉണ്ടാക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തുന്നതിൻ്റെ ഭാഗമായി ആ കെട്ടിടത്തിൽ നിന്ന് നിശ്ചിത ദൂരപരിധി കോർഡൻ ഓഫ് ചെയ്തതിന് ശേഷം അവിടേക്ക് ആരെയും പ്രവേശിക്കാൻ അനുവദിക്കാതിരിക്കുക എന്നുള്ളതാണ് പ്രധാനം. എന്നാൽ ഇത്തരത്തിലുള്ള ഒരു നടപടിയും ആ കെട്ടിടവുമായി ബന്ധപ്പെട്ട് മെഡിക്കൽ കോളേജിൻ്റെ, ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് പ്രധാനം. ഇനി ഈ വിഷയങ്ങളൊന്നും തന്നെ ആരോഗ്യവകുപ്പിന് അറിയില്ല എന്ന് പറയാൻ കഴിയില്ല. കാരണം മന്ത്രി വീണ ജോർജ് ആയിക്കോട്ടെ, മന്ത്രി വി.എൻ. വാസവനായിക്കോട്ടെ, അദ്ദേഹം കോട്ടയം ജില്ലക്കാരനാണ്. ഒപ്പം അവിടുത്തെ മെഡിക്കൽ സൂപ്രണ്ട് ആയിക്കോട്ടെ, കൂടുതൽ താല്പര്യത്തോടു കൂടി നമ്മളോട് സംസാരിക്കുന്നത് അവിടെ പുതുതായി വരുന്ന കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ചിരിക്കുന്ന കെട്ടിടത്തിനെക്കുറിച്ചാണ്. ഈ കെട്ടിടത്തിന് ബലക്ഷയമുണ്ട് എന്ന് കണ്ടുകൊണ്ട് അതിനെ ഡീകമ്മീഷൻ ചെയ്ത് പകരം പുതുതായിട്ടുള്ള ഒരു കെട്ടിടം അവിടെ സ്ഥാപിക്കുന്നതിൻ്റെ നടപടികളെല്ലാം പൂർത്തിയായി എന്നും അത് അടുത്ത മാസം തന്നെ ഉദ്ഘാടനം കാത്തു കിടക്കുകയാണ് എന്നുമാണ് മന്ത്രി ശ്രീ വി.എൻ. വാസവൻ പറഞ്ഞത്. എന്ന് വെച്ചാൽ ഈ ബിൽഡിങ്ങിൻ്റെ റീപ്ലേസ്മെൻറ്റ് എന്ന രീതിയിൽ പുതിയൊരു ബിൽഡിംഗ് വരുന്നു എന്ന് പറയുമ്പോൾ തന്നെ അവർക്കറിയാം നിലവിലത്തെ ബിൽഡിംഗ് ഉപയോഗശൂന്യമാണ്, ബലക്ഷയമുണ്ട്, അതിനി പൊളിച്ചു കളയേണ്ടതാണ് എന്ന്. അതുകൊണ്ട് തന്നെ എന്തുകൊണ്ട് ഈ പഴയ കെട്ടിടം അതേപടി അവിടെ നിലനിർത്തി, എന്തുകൊണ്ടത് പൊളിച്ചു കളഞ്ഞില്ല എന്നതിന് കൃത്യമായ മറുപടി പറയേണ്ടത് സംസ്ഥാന സർക്കാരാണ്, പ്രത്യേകിച്ച് ആരോഗ്യവകുപ്പാണ്. അടുത്തത് മന്ത്രി വീണ ജോർജും അതേപോലെ മന്ത്രി വി.എൻ. വാസവനും ഈ മെഡിക്കൽ സൂപ്രണ്ടും ഒക്കെ തന്നെ ആവർത്തിച്ച് പറയുന്നത് ഈ കെട്ടിടം ഉപയോഗശൂന്യമായിരുന്നു, അതിലേക്ക് ആൾക്കാരെ കടത്തി വിട്ടിരുന്നില്ല എന്നാണ്. എന്നാൽ അത് തെറ്റാണ് എന്ന് കാണാം. കാരണം അവിടെയുള്ള രോഗികൾ പറയുന്നത്, അവരുടെ ബൈസ്റ്റാൻഡേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ പറയുന്നത് തങ്ങളുടെ പ്രാഥമിക കൃത്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി ഈ കെട്ടിടത്തെയാണ് അവർ ആശ്രയിച്ചത് എന്നാണ്. എന്നുവെച്ചാൽ അവിടെയുള്ള ടോയ്ലറ്റുകൾ ഫങ്ഷനിങ് ആയിരുന്നു എന്ന് തന്നെയാണ്. നമ്മളിപ്പോൾ ഒരു കെട്ടിടം ഉപയോഗശൂന്യമാണ് എങ്കിൽ അതിലേക്ക് ആൾക്കാർ പോകരുത് എന്നാണ് താല്പര്യമെങ്കിൽ അതിനുള്ള അനുബന്ധ സൗകര്യങ്ങളെല്ലാം തന്നെ നിർത്തലാക്കേണ്ടതാണ്. ഉദാഹരണത്തിന് വൈദ്യുതി, വെള്ളം തുടങ്ങിയ കാര്യങ്ങൾ
അവിടെ ഒരു കാരണവശാലും ലഭിക്കാൻ പാടില്ല. എന്തുകൊണ്ടാണ് അതിലെ ടോയ്ലറ്റ് ബ്ലോക്ക് ആൾക്കാർ ഉപയോഗിച്ചു വന്നത് എന്ന് ആലോചിച്ച് നോക്കുക. അതിൻ്റെ അർത്ഥം അവിടെ വെളിച്ചമുണ്ടായിരുന്നു, അവിടെ വെള്ളമുണ്ടായിരുന്നു എന്നതാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് അവിടെ റണ്ണിംഗ് വാട്ടർ നിങ്ങൾ ലഭ്യമാക്കിയത്, എന്തുകൊണ്ടാണ് നിങ്ങൾ അവിടെ വെളിച്ചം ലഭ്യമാക്കിയത് എന്നീ ചോദ്യങ്ങൾക്ക് മെഡിക്കൽ കോളേജും സർക്കാരും മറുപടി പറയേണ്ടതാണ്. കാരണം അത് ഡീകമ്മീഷൻ ചെയ്ത ഉപയോഗശൂന്യമായ ബലക്ഷയമുള്ള ഒരു കെട്ടിടമായിരുന്നുവെങ്കിൽ ഈ സംവിധാനങ്ങൾ നിങ്ങൾ അവിടെ ഒരുക്കാൻ പാടില്ലായിരുന്നു. അപ്പോൾ അതിനർത്ഥം ആ കെട്ടിടത്തിന് എന്തെങ്കിലും തകരാറുണ്ട് എങ്കിലും അതിലെ ടോയ്ലറ്റ് അവിടെയുള്ള ആൾക്കാർ ഉപയോഗിച്ചോട്ടെ എന്ന് കരുതി അവരുടെ സൗകര്യാർത്ഥം നിങ്ങളതിനെ തുറന്നു കൊടുത്തിരുന്നു എന്നാണ്. അതായത് ഇന്ന് ഈ അപകടം സംഭവിച്ച ദിവസം മാത്രമല്ല, ഇതിനു മുമ്പുള്ള ദിവസങ്ങളിലെല്ലാം തന്നെ അവിടെ രോഗികളും അവരുടെ ബൈസ്റ്റാൻഡർമാരും ഒക്കെ തന്നെ ഈ ടോയ്ലറ്റ് കോംപ്ലക്സ് ഉപയോഗിച്ചിരുന്നു. ഉപയോഗശൂന്യമായ ബലക്ഷയമുള്ള ഒരു കെട്ടിടത്തിലെ ടോയ്ലറ്റുകൾ ആൾക്കാരുടെ സൗകര്യാർത്ഥം തുറന്നു കൊടുത്തു എന്ന് വെച്ചാൽ ആ കെട്ടിടം അടച്ചിട്ടിരിക്കുകയായിരുന്നുവെന്നും അതിലേക്ക് ആൾക്കാരൊന്നും തന്നെ പ്രവേശിക്കുന്നുണ്ടായിരുന്നില്ല എന്നും പറഞ്ഞിരുന്ന മന്ത്രിയുടേതടക്കമുള്ള വാദങ്ങളെല്ലാം തന്നെ അവിടെ തന്നെ പൊളിഞ്ഞു വീഴുകയാണ്. ഇനി അടുത്തത് മന്ത്രി ശ്രീ വി എൻ വാസവന്റെ ഭാഗത്തു നിന്നുണ്ടായ ഒരു പ്രസ്താവനയാണ്. ഈ കെട്ടിടം എന്താവശ്യത്തിന് വേണ്ടിയിട്ടാണ് നിലവിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് എന്നതിനെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഒരു ന്യായീകരണ ക്യാപ്സൂൾ വന്നിരുന്നു. അദ്ദേഹം പറഞ്ഞത് വേസ്റ്റ് പോലെയുള്ള സാധനങ്ങളെല്ലാം കൊണ്ടുപോയി തള്ളുന്ന ഇടമാണ് അത് എന്നാണ്. ഒരു മെഡിക്കൽ കോളേജാണ്, അവിടെ ഉണ്ടാകുന്ന വേസ്റ്റിൻ്റെ കണക്ക് ഓരോ ദിവസവും വളരെ കൂടുതലാണ് എന്ന് നമുക്കറിയാം. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ എവിടെയെങ്കിലും അലക്ഷ്യമായി കൊണ്ട് തള്ളുക, പ്രത്യേകിച്ച് ആ കോമ്പൗണ്ടിനുള്ളിൽ തന്നെ എന്നുള്ള ഒരു രീതിയാണ് കോട്ടയം മെഡിക്കൽ കോളേജ് സ്വീകരിച്ചു വന്നത് എന്നാണ് മന്ത്രി തന്നെ പറയുന്നത്. ഒരിക്കലും ആരും തന്നെ പ്രാക്ടീസ് ചെയ്യാൻ പാടില്ലാത്ത, പ്രത്യേകിച്ച് ഒരു മെഡിക്കൽ കോളേജിൽ വെച്ച് പ്രാക്ടീസ് ചെയ്യാൻ പാടില്ലാത്ത രീതിയിലത്തേക്കുള്ള വേസ്റ്റ് ഡംപിംഗ് മെത്തേഡ്സ് ആണ് അവിടെ സ്വീകരിച്ചിരുന്നത് എന്നുള്ളതാണ് പ്രധാനം. കൃത്യമായ രീതിയിൽ മാലിന്യം ശേഖരിച്ച് അതിനെ തരംതിരിച്ച് നിർമ്മാർജ്ജനം ചെയ്യുന്നതിന് പകരം അവിടെ ഈ ഒരു കെട്ടിടത്തിൽ വേസ്റ്റ് കൊണ്ടുപോയി ഡംപ് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുകയായിരുന്നു എന്ന് നമ്മുടെ നാട്ടിലെ ഒരു മന്ത്രിയുടെ വായിൽ നിന്ന് തന്നെയാണ് പുറത്തു വരുന്നത്. എത്രത്തോളം അലക്ഷ്യമായി പൊതുജനാരോഗ്യത്തിനോട് യാതൊരു വിധത്തിലുള്ള കരുതലുമില്ലാതെയാണ് നമ്മളോടൊന്ന് പറഞ്ഞുകൊണ്ട് മെഡിക്കൽ കോളേജ് മറ്റൊരു രീതിയിൽ പ്രവർത്തിച്ചിരുന്നത് എന്നാലോചിച്ച് നോക്കുക. അതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ധാരണ നമ്മുടെ മന്ത്രിമാർക്കും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമ്മളെ ഞെട്ടിക്കേണ്ടത്. ഇനിയൊന്ന് മന്ത്രി ശ്രീ വി എൻ വാസവന്റെ മറ്റൊരു ന്യായീകരണ ക്യാപ്സൂളാണ്. ഈ കെട്ടിടം കുറെ കാലമായി ഉപയോഗശൂന്യമായി കിടക്കുകയായിരുന്നുവെന്നും ആൾക്കാരെങ്കിലും അവിടെ കയറിയിരുന്നതായിരിക്കും എന്നുമാണ് അദ്ദേഹം പറയുന്നത്. ഉപയോഗശൂന്യമായിട്ടുള്ള ഒരു കെട്ടിടമായിരുന്നുവെങ്കിൽ അതിൽ ആൾക്കാർ കയറുമായിരുന്നില്ല എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. കാരണം ഇത് ഏതെങ്കിലും ഒരു റാൻഡം സ്ഥലമല്ല, അത് കോട്ടയം മെഡിക്കൽ കോളേജിനുള്ളിലുള്ള സ്ഥലമാണ്. രണ്ട്, അങ്ങനെ ഉപയോഗശൂന്യമായിരുന്ന ഒരു സ്ഥലത്ത് വെറുതെ ആൾക്കാർ കയറിയിരുന്നതാണ് എന്ന് പറയുമ്പോൾ അതിൽ അപകടത്തിൽപ്പെട്ടിരിക്കുന്ന ആൾക്കാരുടെ മാത്രം പ്രശ്നമാണ് ആ അപകടത്തിൽ അവർ പെട്ടത് എന്ന് സ്ഥാപിക്കുന്നതിനുള്ള ഒരു ശ്രമം കൂടി അതിലുണ്ട്. അതായത് അത് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു ടോയ്ലറ്റ് കോംപ്ലക്സ് ആയിരുന്നു എന്നതിനെ അവർ പൂർണ്ണമായും തള്ളിക്കളഞ്ഞുകൊണ്ട് അതിനെക്കുറിച്ച് ഒരക്ഷരം പറയാതെ അത് പൂർണ്ണമായും ഉപയോഗശൂന്യമായിരുന്ന ഒരു കെട്ടിടമായിരുന്നുവെന്നും ആരെങ്കിലും അവിടെ പോയിരുന്നതാകാം എന്ന് പറഞ്ഞുകൊണ്ട് ആ ബ്ലെയിം, ആ കുറ്റം ഈ അപകടത്തിൽപ്പെട്ട ആൾക്കാരുടെ മേലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ മന്ത്രി ശ്രമിക്കുന്നത്. തീർത്തും അധാർമികമായിട്ടുള്ള ഒരു കാര്യം, പല കാരണങ്ങൾ കൊണ്ട്. കാരണം ഒന്നാമത്, ആ കെട്ടിടത്തിന് ക്ഷമതയില്ല എന്ന് കണ്ടുകൊണ്ട് അത് പൊളിച്ചു മാറ്റേണ്ടതായിരുന്നു. അതല്ല എങ്കിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വളരെ കൃത്യമായി അതിനെ പൂട്ടിയിട്ട് അവിടെ കൃത്യമായ വാർണിംഗ് ബോർഡുകൾ വെച്ച് അതിന് സമീപത്തായിട്ട് ഒരു സെക്യൂരിറ്റി ഗാർഡിനെ പോസ്റ്റ് ചെയ്ത് ആ കെട്ടിടം ആരും ഉപയോഗിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടുന്നതിൻ്റെ ഉത്തരവാദിത്തം മെഡിക്കൽ കോളേജിനും സർക്കാരിനും ഉണ്ടായിരുന്നു. അത് ചെയ്തില്ല എന്ന് മാത്രമല്ല, അവിടെയുള്ള ടോയ്ലറ്റുകൾ രോഗികളോ കൂട്ടിരിപ്പുകാരോ ഉപയോഗിക്കട്ടെ എന്ന് കരുതി അത് അവർക്ക് വേണ്ടി തുറന്നുകൊടുത്തു. അവർക്ക് വേണ്ടുന്ന വെള്ളവും വൈദ്യുതിയും ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ അവിടെ ലഭ്യമാക്കി. എന്നിട്ട് അത് പൊളിഞ്ഞു വീഴുന്ന സമയത്ത് ഉപയോഗശൂന്യമായിട്ടുള്ള ഈ കെട്ടിടത്തിലേക്ക് ആൾക്കാർ കയറിയിരുന്നതാകാം എന്ന് പറഞ്ഞുകൊണ്ട് അപകടത്തിൽപ്പെട്ട ആൾക്കാരെയാണ് കുറ്റപ്പെടുത്താനായിട്ട് നോക്കുന്നത്. അടുത്തത്, ഇതിലെ ഏറ്റവും ഗുരുതരമായിട്ടുള്ള ഒരു കാര്യം, ഈ അപകടം നടന്നതിന് പിന്നാലെ ആ സ്ഥലം എങ്ങനെയാണ് കിടക്കുന്നത് എന്നതുമായി ബന്ധപ്പെട്ട് ദൃശ്യങ്ങൾ നമ്മളെല്ലാവരും തന്നെ കണ്ടതാണ്. അതേ തുടർന്ന് അവിടെ എത്തിയിരിക്കുന്ന രണ്ട് മന്ത്രിമാർ, മന്ത്രി വീണ ജോർജും വി എൻ വാസവനും, അവിടെ കിടക്കുന്ന അവശിഷ്ടങ്ങൾക്കടിയിൽ ആരെങ്കിലും ഉണ്ടോ ഇല്ലയോ എന്ന് ഇവർക്ക് ഗണിച്ചു പറയാനുള്ള ഒരു സിദ്ധിയുമില്ല. അവർക്ക് മാത്രമല്ല, അവിടെയുള്ള മെഡിക്കൽ സൂപ്രണ്ട് ഉൾപ്പെടെ അധികൃതരായിട്ടുള്ള ആൾക്കാർക്ക് ആർക്കും തന്നെ അതിനടിയിൽ ആരെങ്കിലും കുടുങ്ങിക്കിടപ്പുണ്ടോ എന്ന് കൺഫേം ചെയ്ത് പറയാൻ കഴിയുന്ന ഒരു സിദ്ധിയുമില്ല എന്ന് നമുക്കറിയാം. എന്നിട്ടും എന്തുകൊണ്ടാണ് രക്ഷാപ്രവർത്തനം വൈകിച്ചത് എന്നുള്ളതാണ് ചോദ്യം. ഇതിനോടകം തന്നെ അവിടെയുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികൾ പറയുന്നത് അവിടെയുള്ള രക്ഷാപ്രവർത്തനം വൈകിയെന്നും അതിന് എത്തിയ ആൾക്കാരെ അതിനെ പ്രോത്സാഹിപ്പിച്ചില്ല എന്നുമാണ്. നമ്മൾ ഓർക്കുക, മന്ത്രിമാരടക്കം ആ സ്ഥലം സന്ദർശിച്ച ശേഷം പറഞ്ഞിരുന്നത് രണ്ടാൾക്കാർക്ക് പരിക്ക് പറ്റിയെന്നും അത് നിസ്സാരമായിട്ടുള്ള പരിക്കുകളാണ് എന്നുമാണ്. ഈ പറയുന്ന സമയത്ത് അത്രയും ഈ കെട്ടിടത്തിൻ്റെ അവശിഷ്ടങ്ങൾക്കടിയിൽ ഒരു സ്ത്രീ കുടുങ്ങിക്കിടപ്പുണ്ടായിരുന്നു എന്നുള്ളതാണ് വസ്തുത. അതുകൊണ്ട് തന്നെ അവിടെ എത്തി അവിടുത്തെ രക്ഷാപ്രവർത്തനം എത്രയും പെട്ടെന്ന് നടത്തുക എന്നുള്ളതും അതിൻ്റെ അവശിഷ്ടങ്ങൾ എത്രയും പെട്ടെന്ന് നീക്കുക എന്നുള്ളതുമായിരുന്നു
മന്ത്രിമാർ കൂടുതൽ ശ്രദ്ധിക്കേണ്ടിയിരുന്ന കാര്യം. പക്ഷേ അതില്ലാതെ അവിടെ യാതൊന്നും സംഭവിച്ചിട്ടില്ല എന്നും ഈ കെട്ടിടം അവിടെ ഉപയോഗശൂന്യമായി തന്നെ കിടക്കുകയായിരുന്നുവെന്നും അതുകൊണ്ട് വലിയ അപകടമുണ്ടായില്ല എന്നും സ്ഥാപിക്കുന്നതിനാണ് അവർ ശ്രമിച്ചത്. ചുരുക്കി പറഞ്ഞാൽ ആരോഗ്യരംഗവുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് മന്ത്രി ശ്രീമതി വീണ ജോർജ് എല്ലായ്പ്പോഴും ഉത്തരവാദിത്തത്തിൽ നിന്നൊഴിഞ്ഞ് കൈകഴുകി രക്ഷപ്പെടുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വാക്കുണ്ട്: സിസ്റ്റം. ഈ സിസ്റ്റത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രശ്നമാണിതെല്ലാം എന്ന് വരുത്തി തീർക്കുന്നതിനാണ് ഇവരെല്ലാം ശ്രമിക്കുന്നത്. മന്ത്രിയാണ് ആ സിസ്റ്റത്തിനെ ലീഡ് ചെയ്യുന്നത് എന്ന് മറന്നുകൂടാ. യാതൊരു വിധത്തിലുള്ള കഴിവുമില്ലാതെ തൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ നടക്കുന്ന കാര്യങ്ങളെ കേവലം അന്വേഷണം നടത്തും, ന്യായീകരിക്കും എന്നീ കാര്യങ്ങൾക്കപ്പുറത്തേക്ക് കാര്യക്ഷമമായി ഒരു ഇടപെടലും നടത്താൻ കഴിയാതിരിക്കുന്ന ഒരു ആരോഗ്യവകുപ്പ് മന്ത്രി സംസ്ഥാനത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു ബാധ്യതയാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ഇവിടെയും സംഭവിച്ചിരിക്കുന്നത് അതുതന്നെയാണ്. അവിടെ രക്ഷാപ്രവർത്തനം നടത്തുക, അത് ത്വരിതപ്പെടുത്തുക എന്നതിന് പകരം അവിടെ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല എന്ന് സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടാണ് മന്ത്രിമാർ ശ്രമിച്ചത്. ഒന്ന് ആലോചിച്ച് നോക്കുക, ഇവിടെ മന്ത്രി ശ്രീമതി വീണ ജോർജ് കുറ്റപ്പെടുത്തുന്ന സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ടുള്ള ആൾക്കാർ ആരൊക്കെയാണ്? ഒന്ന്, മന്ത്രി ശ്രീമതി വീണ ജോർജ്. രണ്ട്, ആ പ്രദേശവാസി കൂടിയായിട്ടുള്ള മന്ത്രി ശ്രീ VN വാസവൻ. മൂന്ന്, കോട്ടയം മെഡിക്കൽ കോളേജിൻ്റെ സൂപ്രണ്ട്. ഈ ആൾക്കാർ ഉൾപ്പെട്ട സിസ്റ്റം അവിടെ എന്താണ് ചെയ്തത്? ഒരു കെട്ടിടത്തിന് ഫിറ്റ്നസ് ഇല്ല എന്ന് കണ്ടെത്തുന്നു, അതിന് ബലക്ഷയമുണ്ട് എന്ന് കണ്ടെത്തുന്നു, പകരം കിഫ്ബിയിൽ നിന്ന് പണം അനുവദിച്ച് പുതിയൊരു കെട്ടിടത്തിൻ്റെ പണി ഏതാണ്ട് പൂർത്തിയാക്കുന്നു, അത് അടുത്ത മാസം ഉദ്ഘാടനത്തിന് തയ്യാറാക്കുന്നു. ഈ സമയം അത്രയും പഴയ കെട്ടിടം പൊളിച്ചു നീക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമവും നടത്തുന്നില്ല. അതിന് ബലക്ഷയമുണ്ട് എന്നുള്ള പൂർണ്ണ ബോധ്യമുള്ളപ്പോഴും അതിലെ ടോയ്ലറ്റുകൾ രോഗികളുടെയും കൂട്ടിരിപ്പുകാരുടെയും ആവശ്യത്തിന് വേണ്ടി തുറന്നു കൊടുക്കുന്നു, അതിന് വേണ്ടുന്ന അനുബന്ധ സൗകര്യങ്ങൾ അവിടെ നൽകുന്നു, അത് പൂട്ടിയിടുന്നില്ല, അവിടെ വാർണിംഗ് ബോർഡ് വെക്കുന്നില്ല, സെക്യൂരിറ്റി ഗാർഡിനെ ഡിപ്ലോയ് ചെയ്യുന്നില്ല, അവിടെ നിന്ന് ഒരു നിശ്ചിത ദൂരപരിധിക്കുള്ളിൽ പ്രവേശിക്കാൻ പാടില്ല എന്ന രീതിയിലത്തേക്കുള്ള ഒരു നിഷ്കർഷയും അവിടെ നടപ്പാക്കുന്നില്ല. എന്നിട്ട് അവസാനം ഒരു അപകടമുണ്ടായപ്പോൾ അവിടെ ആർക്കും പ്രവേശനം അനുവദിക്കുമായിരുന്നില്ല എന്നും ചില ആൾക്കാർ അവിടെ കയറിയതാണ് എന്നുമൊക്കെ പറഞ്ഞുകൊണ്ട് രക്ഷപ്പെടുന്നതിന് തടി തപ്പുന്നതിന് വേണ്ടിയിട്ടാണ് ഇവർ ഓരോരുത്തരും ശ്രമിക്കുന്നത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ ആ ടോയ്ലറ്റുകൾ ഉപയോഗിക്കുന്നതിന് ആൾക്കാർക്ക് അനുമതി നൽകിയിരുന്നു എന്ന ഒരൊറ്റ കാരണത്താൽ, അതും ബലക്ഷയമുള്ള ഒരു കെട്ടിടത്തിലായിരുന്നു എന്ന കാരണത്താൽ ഈ മരണം ഒരു അപകടമല്ല, മറിച്ച് അതൊരു ഇൻസ്റ്റിറ്റ്യൂഷണൽ മർഡർ ആണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. അവിടെ കൃത്യമായ രീതിയിലത്തേക്കുള്ള ഉത്തരവാദിത്വം നമ്മുടെ സിസ്റ്റത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നുവെങ്കിൽ ഈ സഹോദരിയുടെ ജീവൻ പൊലിയുമായിരുന്നില്ല. അതുകൊണ്ട് അവരുടെ മരണത്തിന് ഏറ്റവും കൂടുതൽ ഉത്തരവാദിത്വം കോട്ടയം മെഡിക്കൽ കോളേജിനും അധികാരികൾക്കും സംസ്ഥാന സർക്കാരിനും തന്നെയാണ്. ആ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്നതിന് വേണ്ടി ഇവരെ നമ്മൾ അനുവദിക്കാൻ പാടില്ല എന്നുള്ളതാണ് പ്രധാനം. അതിശക്തവും ജനാധിപത്യപരവുമായിട്ടുള്ള വിയോജിപ്പ് ഈ വിഷയത്തിൽ പ്രതിപക്ഷത്തിൻ്റെയും പൊതുസമൂഹത്തിൻ്റെയും ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടതാണ്. അത് നമ്മുടെ മന്ത്രിമാരെ കണ്ണു തുറപ്പിക്കേണ്ടതാണ്. ഈ വിഷയത്തിൽ അടിയന്തരമായി കോട്ടയം മെഡിക്കൽ കോളേജിൻ്റെ സൂപ്രണ്ടിനെ സസ്പെൻഡ് ചെയ്യേണ്ടതാണ്. ഒപ്പം മന്ത്രി ശ്രീമതി വീണ ജോർജിന് ധാർമ്മികതയുടെ ഒരു കണികയെങ്കിലും അവശേഷിക്കുന്നുണ്ട് എങ്കിൽ ഇനിയെങ്കിലും ദയവ് ചെയ്ത് ആ മന്ത്രിസ്ഥാനത്ത് നിന്ന് രാജിവെച്ച് പുറത്തു പോവുക എന്നുള്ളത് മാത്രമേ ചെയ്യാനുള്ളൂ. അതെങ്കിലും ചെയ്യുക എന്നുള്ളതാണ് ഈ സമയത്ത് മുഖം രക്ഷിക്കാൻ സംസ്ഥാന സർക്കാർ ചെയ്യേണ്ടുന്ന ഏറ്റവും ചെറിയ നടപടി. എന്തായാലും നമ്മുടെ ആരോഗ്യരംഗം നമ്പർ 1 ആണ് എന്ന് ഓരോ ദിവസവും പറഞ്ഞുകൊണ്ടിരിക്കുകയും ലോകത്തെ തന്നെ ഏറ്റവും മികച്ച മാതൃകയാണ് എന്നും അമേരിക്ക പോലും വിറങ്ങലിച്ച് നിന്നിരുന്ന സമയത്ത് നമ്മൾ ധൈര്യമായിട്ട് ആരോഗ്യ മേഖലയിൽ ഇടപെടലുകൾ നടത്തി എന്നൊക്കെ ശ്രീ MV ഗോവിന്ദന് ഗീർവാണമടിക്കുന്നതിനുള്ള സാഹചര്യമൊരുക്കുന്നു എന്നതിനപ്പുറത്തേക്ക് നമ്മുടെ ആരോഗ്യരംഗം കോട്ടയം മെഡിക്കൽ കോളേജിൻ്റെ ഉപയോഗശൂന്യമായിട്ടുള്ള ഒരു കെട്ടിടം തകർന്നു വീണതുപോലെ തകർന്നു വീണുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള തിരിച്ചറിവ് നമ്മുടെ ഭരണാധികാരികൾക്ക് ഉണ്ടാകട്ടെ എന്ന് മാത്രം പ്രത്യാശിച്ചുകൊണ്ട് അകാലത്തിൽ പൊലിഞ്ഞുപോയ ആ സഹോദരിക്ക് ആദരാഞ്ജലികൾ നേർന്നുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്.